ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനുവരി 8-ാം തീയതി നടക്കാനിരിക്കുന്ന കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഓവർസിയർ ഗ്രേഡ് 3ക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ആണ്. നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പം മുൻപത്തെ വീഡിയോകളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം, ഒരുപാട് കോമൺ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെയൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം എക്സാം ആയതുകൊണ്ട് KLDCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ 8ാമത്തെ വീഡിയോ, അതിന്റെ അടുത്ത 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മുമ്പ് നമ്മുടെ ചാനലിൽ ഓവർസിയർ ഗ്രേഡ് 3ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസും കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ റെഫർ ചെയ്യുക. അത് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തതല്ല. പക്ഷെ എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. പക്ഷെ അത് മിക്സഡ് ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രൂപത്തിലല്ല അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും ഇപ്പോൾ മെമ്പേഴ്സ് ഓൺലി മാത്രമാണ്, നിങ്ങൾക്ക് മാത്രമേ ആ വീഡിയോസ് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവർസിയർ ഗ്രേഡ് 3യുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കാണാൻ സാധിക്കും. ആ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ എന്ത് ചെയ്യുക, നോക്കി പഠിക്കാൻ ശ്രമിക്കാം. ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2014 ചോദിച്ചിട്ടുള്ള KLDCയുടെ ഓവർസിയർ ഗ്രേഡ് 3യുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ നിന്നുള്ള അടുത്ത 10 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സജഷൻസും ഒക്കെ എന്ത് ചെയ്യുക, വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The upper horizontal portion of a step upon which the foot is placed while ascending or descending order is known as. ഒരു സ്റ്റെപ്പിന്റെ അപ്പർ ഹൊറിസോണ്ടൽ പോർഷൻ, അതിൽ നമ്മൾ എന്ത് ചെയ്യും, ഫൂട്ട് പ്ലേസ് ചെയ്യുന്ന ആ ഭാഗത്തിന് പറയുന്ന പേരെന്താണ്? അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിലൂടെ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ വെക്കുന്ന ഹൊറിസോണ്ടൽ പോർഷൻ, അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പിന്റെ ടോപ്പിലുള്ള ഹൊറിസോണ്ടൽ പോർഷന് നമ്മൾ പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഒരു സ്റ്റെപ്പിന്റെ ഹൊറിസോണ്ടൽ പോർഷനെ നമ്മൾ ട്രെഡ് എന്നാണ് വിളിക്കുക. വെർട്ടിക്കൽ പോർഷനെ നമ്മൾ റൈസർ എന്നാണ് വിളിക്കുന്നത്. ഇനി ഹൊറിസോണ്ടൽ പോർഷനിൽ ഉണ്ടാക്കുന്ന ആ ട്രെഡിന്റെ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഗോയിങ് എന്ന് പറയുക. വെർട്ടിക്കലില് റൈസറിന്റെ ഡെപ്തിനെ അല്ലെങ്കിൽ ഹൈറ്റിനെയാണ് നമ്മൾ റൈസ് എന്ന് പറയാറുള്ളത്. ഓക്കെ, ഈ ട്രെഡും അതേപോലെ തന്നെ റൈസും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്, സ്റ്റെപ്പ് ഫോം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ബാക്കി നമ്മളുടെ സ്റ്റെപ്പിലുള്ള വേറെ ഒരുപാട് ടേമുകൾ നമ്മൾ പലതും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നോസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ട്രെഡ് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ പോർഷനെയാണ് നോസിങ് എന്ന് പറയുക. നോസിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കോട്ടിയ ഉപയോഗിക്കുക. അതേപോലെ തന്നെ സ്റ്റെയറിൽ നമ്മൾ എന്ത് ചെയ്യും, ഹാൻഡ് റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഹാൻഡ് റെയിൽസിന്റെ എൻഡ് പോസ്റ്റുകളെയാണ് നമ്മൾ നെവൽ പോസ്റ്റ് എന്ന് പറയുക. അതേപോലെ തന്നെ ആ 2 നെവൽ പോസ്റ്റുകൾക്കിടയിൽ ഉണ്ടാക്കുന്ന ചെറിയ വെർട്ടിക്കൽ മെമ്പറിനെയാണ് നമ്മൾ ബാലുസ്റ്റർ എന്ന് പറയുക. ആ കംപ്ലീറ്റ് സ്ട്രക്ചറിനെ, ഹാൻഡ് റെയിലും നെവൽ പോസ്റ്റും ബാലുസ്റ്റേഴ്സും കൂടെ കൂടി ചേരുന്നതിന് നമ്മൾ ബാലുസ്ട്രൈഡ് എന്ന് പറയും. ഓക്കെ, ഇതൊക്കെ നമ്മൾ സാധാരണയായിട്ട് സ്റ്റെയറിൽ കണ്ടുവരുന്ന ടേംസുകളാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ വെർട്ടിക്കൽ മെമ്പർ ഓഫ് എ ഫ്രെയിം വിച്ച് ഈസ് എംപ്ലോയ്ഡ് ടു സബ്ഡിവൈഡ് എ വിൻഡോ ഓർ എ ഡോർ വെർട്ടിക്കലി ഈസ് നോൺ ആസ്. ഒരു ഡോറോ അല്ലെങ്കിൽ ഒരു വിൻഡോയോ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെ വെർട്ടിക്കലായിട്ട് സബ്ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡോറിലോ വിൻഡോയിലോ പ്രൊവൈഡ് ചെയ്യുന്ന വെർട്ടിക്കൽ മെമ്പറിനെ എന്താണ് പറയുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, നമ്മൾ സാധാരണയായിട്ട് ഡോറുകളിൽ എന്ത് ചെയ്യാറില്ല, ഇങ്ങനെ ഒരു വെർട്ടിക്കൽ മെമ്പർ വരാറില്ല. വലിയ ഡോറുകളാണെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതേപോലത്തെ ഒരു വെർട്ടിക്കൽ മെമ്പർ ഉണ്ടാവും. സാധാരണ ഒരു ഡോർ ഫ്രെയിം എടുക്കുകയാണെങ്കിൽ ആ ഡോർ ഫ്രെയിമിന്റെ വെർട്ടിക്കൽ മെമ്പേഴ്സിന് നമ്മൾ പോസ്റ്റ് എന്നും മുകളിലുള്ള ഹൊറിസോണ്ടൽ മെമ്പറിനെ ഹെഡ് എന്നും താഴെയുള്ള ഹൊറിസോണ്ടൽ മെമ്പറിനെ സിൽ എന്നുമാണ് നമ്മൾ പറയാറുള്ളത്. ഇനി ഈ ഒരു വിൻഡോ എടുക്കുമ്പോൾ ആ വിൻഡോനെ നമുക്ക് വീണ്ടും വെർട്ടിക്കലായിട്ട് സബ്ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ വെർട്ടിക്കലായിട്ട് മറ്റൊരു മെമ്പറും കൂടെ പ്ലേസ് ചെയ്യും. ആ മെമ്പറിനെയാണ് നമ്മൾ മുള്ളിയൻ എന്ന് പറയാം. ഇനി ഇതേപോലെ തന്നെ വെർട്ടിക്കൽ ആയിട്ടല്ല ഹൊറിസോണ്ടൽ ആയിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേര് ട്രാൻസം എന്നാണ്. അപ്പോൾ വിൻഡോനെ നമ്മൾ വെർട്ടിക്കലായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെർട്ടിക്കൽ മെമ്പറിനെ നമ്മൾ മുള്ളിയൻ എന്നും വിൻഡോനെ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെമ്പറിനെ ട്രാൻസം എന്നും നമ്മൾ പറയും. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്, മുള്ളിയനാണ്. ഇനി എന്താണ് സ്റ്റൈല്? സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വുഡൻ ഫ്രെയിമിൽ വരുന്നതല്ല, അല്ലെങ്കിൽ ഡോറിന്റെ വിൻഡോയുടെ ഫ്രെയിമിൽ വരുന്നതല്ല, മറിച്ച് ഡോർ പാനലുകളിൽ വരുന്നതാണ്, ഡോർ ഷട്ടറുകളിൽ വരുന്നതാണ് എന്ത്,
സ്റ്റൈൽ എന്നുള്ള ടേം. സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു ഡോർ ഷട്ടറിലുള്ള വെർട്ടിക്കൽ മെമ്പറിനെയാണ് നമ്മൾ എന്ത് പറയാ, സ്റ്റൈൽസ് എന്ന് പറയാ. ഹൊറിസോണ്ടൽ മെമ്പറിനെ നമ്മൾ റെയിൽ എന്നാണ് പറയാറുള്ളത് അല്ലെ. കിക്ക് റെയില്, ലോക്ക് റെയില് എന്ന് പറഞ്ഞ റെയിലുകളൊക്കെ ഉണ്ട്. ഡോർ ഷട്ടറിന്റെ വെർട്ടിക്കൽ മെമ്പറിനെ നമ്മൾ സ്റ്റൈൽ എന്നാണ് പറയുന്നത്, ഹൊറിസോണ്ടൽ മെമ്പറിനെ റെയിൽ എന്ന് പറയും. ഇനി എന്താണ് പാനൽ? ഒരു ഷട്ടർ ഉണ്ടാക്കുമ്പോൾ ആ ഷട്ടറിന് എന്തുണ്ടാവും, സ്റ്റൈലുകൾ എൻക്ലോസ് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ടാവും അല്ലെ. സ്റ്റൈലും റെയിലും എൻക്ലോസ് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ടാവും. ആ ഭാഗത്തിനെയാണ് നമ്മൾ പാനൽ എന്ന് പറയുക. പാനൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഒന്നെങ്കിൽ അത് ട്രാൻസ്പെറന്റ് ആയിരിക്കും, പുറത്തുള്ള കാര്യങ്ങൾ വിസിബിൾ ആവാൻ. ഒരു ജനലിന് അകത്തൂടെ നോക്കുമ്പോൾ പുറത്തുള്ള ഡോറ് ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിലും അവിടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പാനൽസ് ഉപയോഗിക്കുന്നത്. എന്താണ് റിവീൽ? റിവീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോർ ഫ്രെയിം നമ്മളൊരു വാളിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ഉണ്ടാവുന്ന ആ വെർട്ടിക്കൽ പോർഷനെയാണ് നമ്മൾ എന്ത് പറയാ, റിവീൽ എന്ന് പറയാം. ഓക്കെ, റിവീലിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? ദ എക്സ്റ്റേണൽ ജാംബ് ഓഫ് എ ഡോർ ഓർ എ വിൻഡോ ഓപ്പണിംഗ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ വാൾ ഫേസ് എന്നാണ്. അത് വാൾ ഫേസിന് റൈറ്റ് ആംഗിൾ ആയിക്കൊണ്ട്, അതായത് ആ സൈഡിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ഡോറ് ഫിക്സ് ചെയ്തതിന് ശേഷമുള്ള എക്സ്റ്റേണൽ ജാമ്പിനെയാണ് നമ്മൾ എന്ത് പറയാ, റിവീൽ എന്ന് പറയാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ടെമ്പററി സ്ട്രക്ചർ ടു സപ്പോർട്ട് ടെമ്പററിലി ആൻഡ് അൺസേഫ് സ്ട്രക്ചർ ഈസ് നോൺ ആസ്. നമ്മളൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു അൺസേഫ് സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ടെമ്പററി ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, അതിന് നമ്മൾ പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷോറിംഗ് എന്ന് പറയാം. അപ്പൊ ഷോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് പണി നടക്കുന്ന സമയത്ത് ആ ഭാഗത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടിനെയാണ് ഷോറിംഗ് എന്ന് പറയാം. ഓക്കെ, ഇനി വാട്ട് ഈസ് സ്കഫോൾഡിങ്? സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൽ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ബിൽഡിങ്ങിൽ മാത്രമല്ല നമുക്ക് ഏതൊരു കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിലും ആ കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽസിനെയും ലേബേഴ്സിനെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോം, അത് അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ടും മെറ്റീരിയൽസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ കൊടുക്കുന്ന ആ ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ സ്കഫോൾഡിംഗ് എന്ന് പറയാം. ഇനി വാട്ട് ഈസ് അണ്ടർപിന്നിങ്? അണ്ടർപിന്നിങ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫൗണ്ടേഷനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഫൗണ്ടേഷൻ, അതിനെയാണ് നമ്മൾ അണ്ടർപിന്നിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ട് അവിടെ ഫൗണ്ടേഷൻ ഉണ്ട്, പുതിയ ഫൗണ്ടേഷൻ അല്ല അണ്ടർപിന്നിങ്. അണ്ടർപിന്നിങ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ട് അവിടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, അതിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ അണ്ടർപിന്നിങ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ പ്രോസസ് ഓഫ് മിക്സിംഗ് വേരിയസ് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് പ്ലാസ്റ്റർ ഈസ് നോൺ ആസ്. പ്ലാസ്റ്ററിങ്ങിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ അതിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിനെ മിക്സ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ ഗേജിങ് എന്ന് പറയാം. ഓക്കെ, ഗേജിങ് ഓഫ് മോർട്ടാർ നമ്മൾ കേട്ടിട്ടുണ്ടാവും. മോർട്ടാർ എന്ത് ചെയ്യുക, പ്ലാസ്റ്ററിങ്ങിന് ആവശ്യമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവന്റുകളെ മിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഗേജിങ് എന്ന് പറയുക. ഇനി വാട്ട് ഈസ് ഗ്രിന്നിങ്? ഗ്രിന്നിങ്ങും അതേപോലെ തന്നെ ക്രേസിംഗ് ഒക്കെ എന്താണ്, പ്ലാസ്റ്ററിങ്ങിൽ ഉണ്ടാവുന്ന ഡിഫക്റ്റുകളാണ്. ഗ്രിന്നിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മോർട്ടാർ എന്ത് ചെയ്തു, പ്ലാസ്റ്ററിങ് സർഫസിൽ നമ്മൾ നോക്കുമ്പോൾ അതിൽ ആ മോർട്ടാറിലൂടെ നമുക്ക് എന്ത് ചെയ്യുക, അതിന്റെ ജോയിന്റുകൾ വിസിബിൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഡിഫക്റ്റിനെയാണ് നമ്മൾ ഗ്രിന്നിങ് എന്ന് പറയാം. ഇങ്ങനെ ജോയിന്റുകൾ വിസിബിൾ ആവാനുള്ള കാരണം പ്രോപ്പറായിട്ട് ആ മെയ്സണറിയും അതേപോലെ തന്നെ ഈ മോർട്ടാറും എന്താണ് പ്രോപ്പറായിട്ട് സക്ഷൻ പ്രോപ്പർ ആവാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് കാണുന്നത് കൊണ്ടാണ്, ഡിഫറെൻറ്റ് സക്ഷൻ ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഗ്രിന്നിങ് ഫോം ചെയ്യുന്നത്. ഇനി ക്രേസിംഗ് ഇതേപോലെ തന്നെ ഫൈൻ ക്രാക്കുകളെയാണ് ക്രേസിംഗ് എന്ന് പറയുക. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കോൺക്രീറ്റ് പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ഓവറായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഡിഫക്റ്റാണ് ഈ ക്രേസിംഗ് എന്ന് പറയുന്നത്. വളരെ ഫൈൻ ക്രാക്സ് ഫോം ചെയ്യുന്നതിനെയാണ്, ഹെക്സഗണൽ ഷേപ്പിലുള്ള ക്രാക്കുകൾ ഫോം ചെയ്യുക, അതിനെയാണ് ക്രേസിംഗ് എന്ന് പറയുക. ആൻഡ് ഗ്രൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്ക് പ്ലാസ്റ്റർ ഗ്രൗണ്ട്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു എന്താണ്, സ്ട്രൈക്ക് ഓഫ് എഡ്ജ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. നമ്മൾ ഡോറിൻ്റെയും വിൻഡോയുടെയൊക്കെ സൈഡ് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു വുഡൻ സ്ട്രിപ്പിനെയാണ് ശരിക്ക് ഗ്രൗണ്ട്സ് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ഗ്രാജുവൽ ലോസ് ഓഫ് കളർ ഓഫ് പെയിന്റ് ഡ്യൂ ടു ദ ഇഫക്ട് ഓഫ് സൺലൈറ്റ് ഓൺ പിഗ്മെന്റ് ഓഫ് ദ പെയിന്റ് ഈസ് കോൾഡ് ആസ്. സൺലൈറ്റിന്റെ ഇഫക്റ്റ് കാരണം പെയിന്റിന് ഉണ്ടാവുന്ന കളർ ലോസ് അല്ലെങ്കിൽ പെയിന്റിന്റെ പിഗ്മെന്റിന് ഉണ്ടാവുന്ന കളർ ലോസ്, അതിന് പറയുന്ന പേരെന്താണ് എന്നാണ്.
അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫെയ്ഡിങ് എന്ന് പറയാം. കളർ ഫെയ്ഡായി പോവാന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അത് എന്താണ്, കോൺസ്റ്റന്റ് ആയിട്ട് സൺലൈറ്റ് ഒരേ സർഫസിൽ വരുമ്പോൾ അവിടുത്തെ കളർ എന്ത് ചെയ്യണം, പിഗ്മെന്റിന്റെ കളർ ലോസ് ആയി പോവാണ്. അതിനെയാണ് നമ്മൾ ഫ്ലെയ്ഡിങ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ പെയിന്റിന് ഉണ്ടാവുന്ന മറ്റ് ഡിഫക്റ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ബ്ലൂം, ഫ്ലേക്കിംഗ് ആൻഡ് ഫ്ലാഷിംഗ്. എന്താണ് ബ്ലൂം? ബ്ലൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൾ പാച്ചുകൾ ഫോം ചെയ്യുന്നതിനെയാണ് ബ്ലൂം എന്ന് പറയുന്നത്. ഇത് ഡ്യൂ ടു ബാഡ് വെന്റിലേഷൻ കാരണമാണ് എന്ത് ചെയ്യുന്നത്, ബ്ലൂം ഫോം ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് ഫ്ലേക്കിംഗ്? ഫ്ലേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിന്റ് സർഫസ് എന്ത് ചെയ്യാം, ലൂസ് ആവുക, അതായത് പെയിന്റ് ഇളകുക. അതിനെ നമുക്ക് എന്ത് പറയാം, ഫ്ലേക്കിംഗ് എന്ന് പറയാം. പുവർ അഡിഷൻ കാരണമാണ് ഫ്ലേക്കിംഗ് ഉണ്ടാകുന്നത്. പ്രോപ്പറായിട്ട് എന്താണ് ആ സർഫസിൽ അത് അധയർ ചെയ്ത് നിൽക്കാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഫ്ലേക്കിംഗ് സംഭവിക്കുന്നത്. ദെൻ ഫ്ലാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂമിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. നേരത്തെ ബ്ലൂം പറഞ്ഞു ഡൾ പാച്ചസ് ആണ് ബ്ലൂം അല്ലെ. ഫ്ലാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഭാഗങ്ങൾ മാത്രം എന്ത് ചെയ്യുക, ഗ്ലോസ് ചെയ്ത് നിൽക്കുക, ഗ്ലോസിനെസ്. ബ്ലൂമിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ചില ഭാഗങ്ങൾ ഡൾ ആയിട്ട് നിൽക്കുന്നതിന് പകരം ചില ഭാഗം മാത്രം എന്ത് ചെയ്യുക, ഫ്ലാഷ് ചെയ്ത് കാണുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഗ്ലോസ് ചെയ്തിട്ട് കാണുന്നതിനെയാണ് നമ്മൾ ഫ്ലാഷിംഗ് എന്ന് പറയുന്നത്. ഇത് പെയിന്റിന്റെ ക്വാളിറ്റി കുറവായതുകൊണ്ടാണ് ഫ്ലാഷിംഗ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ എറർ ഒക്കേർഡ് ഡ്യൂ ടു ദ ഫോൾട്ടി അഡ്ജസ്റ്റ്മെന്റ് ഓർ ഇംപെർഫെക്ഷൻ ഓഫ് ദ ഇൻസ്ട്രുമെന്റ്സ് ഓർ ഡിവൈസസ് ഈസ് നോൺ ആസ്. ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഒരു ഡിവൈസിന്റെയോ ഫോൾട്ടി അഡ്ജസ്റ്റ്മെന്റ് കാരണം അതിന് ഉണ്ടാവുന്ന ആ ഒരു എററിന് പറയുന്ന പേരെന്താണ്? നമുക്കറിയാം, ഓപ്ഷൻ നോക്കിയാൽ തന്നെ അറിയാം, അതിനെ ഇൻസ്ട്രുമെന്റൽ എറർ എന്നാണ് പറയുക. ഇൻസ്ട്രുമെന്റിൽ ഉണ്ടാവുന്ന എററാണ്. ഇൻസ്ട്രുമെന്റ് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ്മെന്റിൽ അല്ലെങ്കിൽ അതിന് നമ്മൾ ഇൻസ്ട്രുമെന്റൽ എറർ എന്ന് പറയും. ഇനി വാട്ട് ഈസ് പേഴ്സണൽ എറർ? പേഴ്സണൽ എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്ട്രുമെന്റിന് എറർ ഒന്നുമില്ല, പക്ഷെ എന്താണ്, നമ്മൾ റീഡ് ചെയ്യുന്നിടത്ത് ഉണ്ടാവുന്ന എററോ അതല്ലെങ്കിൽ പിന്നെ ബുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എറർ. ഒരാൾക്ക് അയാളുടെ ബുദ്ധിയിൽ നിന്നുകൊണ്ട് അയാൾ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എററിനെയാണ് പേഴ്സണൽ എറർ എന്ന് പറയുന്നത്. ദെൻ മറ്റൊന്ന്, ഇതേ ഹെഡിന്റെ കീഴിൽ വരുന്നത് നാച്ചുറൽ എററാണ്. നാച്ചുറൽ എറർ എന്ന് പറഞ്ഞാൽ ചില എററുകൾ സംഭവിക്കാതിരിക്കൂല, അങ്ങനത്തെ ചില എററുകൾ ഉണ്ട് ചില ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുമ്പോൾ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കോമ്പസ് സർവേ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു എററാണ് ലോക്കൽ അട്രാക്ഷൻ എന്നുള്ളത്. ലോക്കൽ അട്രാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവോയ്ഡ് ചെയ്യാൻ പറ്റൂല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അതിന് സൊല്യൂഷൻ ഉണ്ട്, സോൾവ് ചെയ്യാൻ കഴിയും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചില സ്ഥലങ്ങളിൽ ലോക്കൽ അട്രാക്ഷൻ അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഉദാഹരണത്തിന് പിന്നെ കൂടുതലായിട്ട് മാഗ്നറ്റിക് ഇഫക്റ്റ് ഉള്ള കല്ലുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് കേബിൾസ് പോകുന്നുണ്ടെങ്കിലോ മുകളിലൂടെ കേബിൾസ് പോകുന്നുണ്ടെങ്കിലോ, അപ്പോൾ അങ്ങനെ ഈ കറണ്ട് ആയിട്ട് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്ന ചില മെറ്റീരിയൽസ് ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ അടുത്തുള്ളത് കാരണം ഉണ്ടാകുന്ന ചില എറർ, അതിനെയാണ് നമ്മൾ നാച്ചുറൽ എറർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വേറെ ഒന്നുള്ളത് കോമ്പൻസേറ്റിംഗ് എറർ ആണ്. കോമ്പൻസേറ്റിംഗ് എറർ ശരിക്കും ഈ ഹെഡിൽ വരുന്നതല്ല, എന്നാലും കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറഞ്ഞാൽ ഈ എറർ സംഭവിച്ചു കഴിഞ്ഞാൽ അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും സംഭവിക്കാവുന്ന ചില എററുകളുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയുന്നത്. കോമ്പൻസേറ്റിംഗ് എറർ നമ്മളൊരു സർവേയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം അതെന്താണ്, ഇറ്റ് ടെൻസ് ടു കോമ്പൻസേറ്റ്. അത് പോസിറ്റീവായിട്ടും സംഭവിക്കുന്നുണ്ട്, നെഗറ്റീവായിട്ടും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് അക്യുമുലേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ഒരു വലിയ എററായിട്ട് മാറൂല. അതെന്ത് ചെയ്യും, ഇറ്റ് ടെൻസ് ടു കോമ്പൻസേറ്റ് എന്നാണ് പറയുക. ഓക്കെ, ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ആൻ ഇറിഗേഷൻ ദ റിലേഷൻ ബിറ്റ്വീൻ ഡ്യൂട്ടി ആൻഡ് ഡെൽറ്റ എക്സ്പ്രസ്ഡ് ഇൻ മെട്രിക് സിസ്റ്റം ഈസ്. ഡ്യൂട്ടിയും ഡെൽറ്റയും തമ്മിലുള്ള റിലേഷൻ എന്താണ് ഇറിഗേഷനിൽ? ഇപ്പൊ നമുക്കറിയാം, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത്, ഡ്യൂട്ടിയും ഡെൽറ്റയും തമ്മിലുള്ള റിലേഷൻ. എന്നാലും പലർക്കും എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് ഓപ്ഷൻ വായിച്ചു നോക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യും, അത് തെറ്റിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പഠിച്ചു വെക്കാം. ഡ്യൂട്ടിയും ഡെൽറ്റയും തമ്മിലുള്ള ഇക്വേഷൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 8.64 B/D ആണ്. എല്ലാ ഓപ്ഷനും ഒരേപോലെയൊക്കെ തോന്നും. പെട്ടെന്ന് എന്ത് ചെയ്യരുത്, നമ്മൾ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ശരിക്ക് ഓപ്ഷൻസ് നോക്കിയതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. അപ്പോൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 8.64 B/D, ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. നമുക്കറിയാം, ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്ത് ഓഫ് വാട്ടർ ആണ്. ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെക്ടർ ഓഫ് ലാൻഡിൽ എത്ര വെള്ളം നനയ്ക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ടേം ആണ് എന്ത്, ഡ്യൂട്ടി എന്നുള്ളത്. ഹെക്ടർ പെർ ക്യൂമെക് ആണ്. ഒരു m³ വെള്ളം കൊണ്ട് എത്ര ഏരിയ ഓഫ് ലാൻഡ് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു മെഷർമെന്റ് ആണ് ശരിക്ക് ഡ്യൂട്ടി എന്നുള്ളത്. ഓക്കെ, ഇതിൽ ബി എന്ന് പറയുന്നത് ബേസ് പീരീഡ് ആണ്. ഇതിന്റെ വാല്യൂ, അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററിലെ വരും. നമുക്കറിയാം, ഡെൽറ്റ വരുന്നത് മീറ്ററിലും മറ്റേത് ഡ്യൂട്ടി വരുന്നത് ഹെക്ടർ പെർ ക്യൂമെക്കിലും ആയിരിക്കും. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1 ഹെക്ടർ ഈസ് ഈക്വൽ ടു. സ്ഥിരമായിട്ട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 ഹെക്ടർ എത്ര മീറ്റർ സ്ക്വയർ ആണ് എന്നുള്ളത്.
ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ 10,000 മീറ്റർ സ്ക്വയറിനെയാണ് നമ്മൾ എന്ത് പറയാ, ഒരു ഹെക്ടർ എന്ന് പറയാം. ഇപ്പൊ ഇവിടെ ഒരു 100/100 ഒരു ലാൻഡ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി 1 ഹെക്ടർ ആയിരിക്കും. അപ്പൊ 10,000 m സ്ക്വയർ വരുന്നത് എന്താണ്, ഒരു ഹെക്ടർ ആണ്. 100 ആറിനെയാണ് നമ്മൾ എന്ത് പറയാ, ഒരു ഹെക്ടർ എന്ന് പറയാം. അപ്പൊ ഒരാറ് എത്രയാണ്, ഒരാറ് എന്ന് പറഞ്ഞാൽ 100 m സ്ക്വയർ ആണ്. 100 m സ്ക്വയർ ആണ് എന്ത്, ഒരാറ്. 10 ആറ് വന്നു കഴിഞ്ഞാൽ 1000 വരും, 100 ആറ് വന്നാൽ 10,000 വരും. അപ്പൊ 10,000 m സ്ക്വയർ വരണം എന്നുണ്ടെങ്കിൽ 100 ആറ് വരണം. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 10⁴ m സ്ക്വയർ. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ഗ്രോസ് കമാൻഡഡ് ഏരിയ ഇസ് ഈക്വൽ ടു, ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്ന് പറഞ്ഞാൽ താഴെ കൊടുത്തിട്ടുള്ള ഇക്വേഷൻ ഏതാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം ഇതിലുള്ള കുറച്ച് ടേമുകൾ പഠിക്കണം. എന്താണ് ഈ ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്ന് പഠിക്കാം. ഗ്രോസ് കമാൻഡഡ് ഏരിയ, ആ ടേമിൽ നിന്ന് തന്നെ നമുക്കറിയാം ഗ്രോസ് എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടുള്ള ആകത്തുകേനെയാണ് നമ്മൾ എന്ത് പറയാ, ഗ്രോസ് എന്ന് പറയാം. കമാൻഡഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു ലാൻഡ് ഏരിയ എടുക്കുമ്പോൾ ആ ലാൻഡ് ഏരിയയിൽ എത്രത്തോളം നമുക്ക് വെള്ളം എത്തിക്കാൻ പറ്റുമോ, ആ വെള്ളം എത്തിക്കാൻ പറ്റുന്നതിനെയാണ് കമാൻഡിങ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ എത്രത്തോളം ഒരു ലാൻഡ് ഏരിയയിൽ വെള്ളം എത്തിക്കാൻ പറ്റുമോ ആ ഏരിയനെ നമ്മൾ ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്ന് പറയാം. ഇപ്പൊ ഒരുപാട് സ്ഥലം ഉണ്ട് എന്ന് വിചാരിക്കുക. ആ സ്ഥലത്ത് നമുക്ക് എത്രത്തോളം പോർഷനിലോട്ട് ഇറിഗേഷൻ ചെയ്യാൻ പറ്റുമോ ആ ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഗ്രോസ് കമാൻഡഡ് ഏരിയ അല്ലാതെ ഇനി അടുത്ത ടേം നോക്കാം, CCA. CCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൾട്ടറബിൾ കമാൻഡഡ് ഏരിയ എന്നാണ് പറയാം. കൾട്ടറബിൾ കമാൻഡഡ് ഏരിയ. ഇപ്പൊ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് CCA എന്ന് പറഞ്ഞാൽ കൾട്ടറബിൾ കമാൻഡഡ് ഏരിയ ആണോ കൾട്ടറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ ആണോ എന്നുള്ളതാണ്. എപ്പോഴും മനസ്സിലാക്കുക, കമാൻഡ് എന്നുള്ള വാക്ക് വരുന്നതാണ് CCA. കൾട്ടറബിൾ കമാൻഡഡ് ഏരിയയാണ് CCA. ഇനി എന്താണ് കൾട്ടറബിൾ കമാൻഡഡ് ഏരിയ? ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഗ്രോസ് കമാൻഡഡ് ഏരിയ പറഞ്ഞില്ലേ, കുറേ എത്രത്തോളം ഭാഗത്ത് നമുക്ക് വെള്ളം എത്തിക്കാൻ പറ്റുമോ അതിനെയാണ് നമ്മൾ ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്ന് പറയാം. എന്നാൽ കൾട്ടറബിൾ കമാൻഡഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വെള്ളം എത്തിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ എല്ലാ ഭാഗത്തും നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ സാധിച്ചോളണം എന്നില്ല. അപ്പോ വെള്ളം എത്തുന്ന ആ ഭാഗത്തിന്റെ ഉള്ളില് എത്രത്തോളം ഭാഗത്ത് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ അതിനെയാണ് നമ്മൾ കൾട്ടറബിൾ കമാൻഡഡ് ഏരിയ എന്ന് പറയാം. വെള്ളവും എത്തും, അതേപോലെ തന്നെ ആ ഭാഗം കൾട്ടിവേറ്റ് ചെയ്യാനും പറ്റും. അപ്പൊ എന്തുണ്ടാവും, അവിടെ വേറൊരു പോർഷൻ ഉണ്ടാവും, ആ ഭാഗത്തിന് നമുക്ക് അൺകൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയാം. അവിടെ കൾട്ടിവേറ്റ് ചെയ്യാൻ കഴിയാത്ത സ്ഥലമാണ്. ഓക്കെ, അപ്പൊ അൺകൾട്ടിവേറ്റഡ് ഏരിയ. അപ്പോൾ ഗ്രോസ് കമാൻഡഡ് ഏരിയയിലുള്ളത് എന്താണ്, കൾട്ടറബിൾ കമാൻഡഡ് ഏരിയയും അതേപോലെ തന്നെ അൺകൾട്ടിവബിൾ ഏരിയയാണ്, കൾട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഏരിയയുമാണ്. അപ്പൊ തന്നെ നമുക്ക് ഇതിൽ ഓപ്ഷനിൽ കിട്ടിയ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ അല്ലെ. കൾട്ടറബിൾ കമാൻഡഡ് ഏരിയയും പ്ലസ് അൺകൾട്ടിവേറ്റഡ് ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്ന് പറയാം. ഇനി ഒന്നും കൂടെ പറയാം, കൾട്ടറബിൾ കമാൻഡഡ് ഏരിയനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ട് കൾട്ടറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ എന്നും കൾട്ടറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയ എന്നും തിരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? കൾട്ടറബിൾ കമാൻഡഡ് ഏരിയ നമ്മൾ പറഞ്ഞു ഒരു ലാൻഡ് ഏരിയ എടുക്കുമ്പോൾ ആ ലാൻഡ് ഏരിയയിൽ വെള്ളം എത്തിക്കാൻ പറ്റുന്ന, കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ കൾട്ടറബിൾ കമാൻഡഡ് ഏരിയ എന്ന് പറയാം. എന്നാൽ കൾട്ടറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് പ്രസന്റ് ഇപ്പോൾ അവിടെ കൾട്ടിവേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതിനെ കൾട്ടറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയും. അതായത് കൾട്ടറബിൾ കമാൻഡഡ് ഏരിയയിൽ ഇപ്പോൾ കൾട്ടിവേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതിനെ, ആ ഏരിയനെയാണ് നമ്മൾ കൾട്ടറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയും. അപ്പൊ മറ്റേ ഭാഗത്തിന് എന്താണ് പറയുക, കൾട്ടറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയും. ഓക്കെ, അറ്റ് പ്രസന്റിൽ എന്തില്ല, അവിടെ കൾട്ടിവേഷൻ നടത്തുന്നില്ല, പക്ഷെ അവിടെ കൾട്ടിവേഷൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്, പക്ഷെ അവിടെ വെള്ളം എത്തുന്ന സ്ഥലമാണ്. പക്ഷെ അറ്റ് പ്രസന്റിൽ എന്ത് ചെയ്യുന്നില്ല, അവിടെ കൾട്ടിവേഷൻ നടത്തുന്നില്ല. അതിനെയാണ് കൾട്ടറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയാം. അപ്പൊ നമുക്ക് CCA എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൾട്ടറബിൾ കൾട്ടിവേറ്റഡ് ഏരിയയും കൾട്ടറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയയും കൂടെ കൂട്ടിയതാണ് CCA എന്നുള്ളത്. ഓക്കെ, അപ്പൊ GCA എന്താണെന്ന് ചോദിച്ചാൽ കൾട്ടറബിൾ കമാൻഡഡ് ഏരിയയും അൺകൾട്ടിവേറ്റഡ് ഏരിയയും കൂടെ ചേർന്നതാണ് GCA എന്നുള്ളത്. അപ്പൊ ഈ ഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റിപ്പീറ്റ് ചെയ്ത്, മനസ്സിലാവാത്തവർ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹൊറിസോണ്ടൽ വാട്ടർ പ്രഷർ ഓൺ ദ വെർട്ടിക്കൽ ഫേസ് ഓഫ് എ ഡാം ഈസ്. ഒരു ഡാമിന്റെ വെർട്ടിക്കൽ ഫേസിൽ ഉണ്ടാവുന്ന ഹൊറിസോണ്ടൽ വാട്ടർ പ്രഷറിന്റെ ഇന്റൻസിറ്റി എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ P = WH²/2 എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇത് കണ്ടെത്തിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് പ്രഷർ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു ഡാമിൽ ഉണ്ടാവുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രഷറാണ് എന്ത്, വാട്ടർ പ്രഷർ എന്നുള്ളത്. ഈ വാട്ടർ പ്രഷർ ആക്ട് ചെയ്യുന്നത് എപ്പോഴും എന്താണ്, ആ ഡാമിന്റെ, നമുക്കറിയാം പ്രത്യേകിച്ച് ഗ്രാവിറ്റി ഡാം എടുക്കുകയാണെങ്കിൽ അത് ട്രയാങ്കുലർ ഷേപ്പിലാണ് അതിന്റെ പ്രൊഫൈല്. അപ്പൊ അതിന്റെ H/3 ബോട്ടത്തിൽ നിന്ന് H/3 എന്ത് ചെയ്യുന്നത്, ഈ ലോഡ്
റിസൾട്ടന്റ് ആക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രഷർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഏറ്റവും വാട്ടറിന്റെ ടോപ്പിൽ നമുക്കറിയാം ഡെപ്ത് കൂടുന്തോറുമാണ് എന്ത് ചെയ്യുക, വാട്ടർ പ്രഷർ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ഏറ്റവും ടോപ്പിൽ എന്തായിരിക്കും, സർഫസിൽ പ്രഷറേ ഉണ്ടാവില്ല. അതാണ് ഇവിടെ പ്രഷർ ഡയഗ്രാം കാണിച്ചിട്ടുള്ളത്. ഏറ്റവും മുകളിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ് ഇവിടെ മുഴുവൻ. ഏറ്റവും ടോപ്പ് സർഫസിൽ എന്താണ്, തീരെ പ്രഷർ ഉണ്ടാവില്ല. കാരണം ഡെപ്ത് കൂടുന്നതിനനുസരിച്ചാണ് പ്രഷർ കൂടുന്നത്. അപ്പോൾ താഴത്തോട്ട് പോരും തോറും എന്ത് ചെയ്യും, പ്രഷർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് WH ആണ്. നമുക്കറിയാം ρgh ആണ് എന്ത് പ്രഷർ എന്ന് പറയുന്നത്. ഹൈറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് വാട്ടർ പ്രഷർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ WH ആണ് എന്ത് ഇവിടെ വരിക, ഇവിടെ 0 വരും. ഇവിടുത്തെ WH ആണ്, ഇവിടെ 0 ആണ് വരുന്നത്. അപ്പോൾ WH + 0 × h/2 ആണ് വരിക. ആവറേജ് എടുക്കുമ്പോൾ h/2 ആണ് വരുന്നത്. അപ്പോൾ WH²/2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതാണ് ഇവിടെ ഉണ്ടാവുന്ന റിസൾട്ടന്റ് പ്രഷർ. ഓക്കെ, അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.